24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം തുടരുന്നു. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണ്. CR നീലകണ്ഠൻ ഈ മാർച്ചിൽ സംസാരിക്കുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അടിച്ചിൽ തൊട്ടി ഊരിലെ മൂപ്പനായിട്ടുള്ള പെരുമാളാണ് ഇത്തരത്തിൽ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഈ മാർച്ചിൽ തീർത്തും ഈ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടെ ഉള്ളവരുടെ പിന്തുണ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നായിരുന്നു ഈ മാർച്ച് തുടങ്ങിയത്. പക്ഷേ ഈ ഡിവൈഎസ്പി ഓഫീസിന് 200 മീറ്റർ അകലെ വെച്ച് വൻ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാർച്ച് തടയുകയായിരുന്നു. സാധാരണക്കാരായ ആളുകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങി ആദിവാസി ഊരുകളിൽ നിന്ന് എത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നു. പക്ഷേ സൂരജിലേക്ക് വരാം. സൂരജ്, ഇപ്പോൾ CR സംസാരിക്കുകയാണ്. CRന്റെ വാക്കുകൾ പറയാനല്ല, നമ്മുടെ പോലീസ് അപകടകരമായ രൂപത്തിലായിരിക്കുന്നു. അത് തിരുത്താൻ EDOSP തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്ന് മാത്രമാണ്. ഈ പോരാട്ടം ദീർഘകാലത്തേക്ക് തുടരേണ്ടി വരും. റൂബിൻ ലാലിന് മാത്രമല്ല, ഇവിടുത്തെ ഏത് പൊതുപ്രവർത്തകനും, ഏത് മനുഷ്യാവകാശ പ്രവർത്തകനും, ഏത് പരിസ്ഥിതി പ്രവർത്തകനും നേരിടാവുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഒരു മാതൃക കാണിക്കാൻ DYSP തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ സമരവുമായി മുമ്പോട്ട് പോകും. അപ്പോൾ DYSP അല്ല, അതിനപ്പുറത്തുള്ള SP വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. കാരണം നീതി കിട്ടുന്നത് വരെ പോരാടും. 15 വർഷം ജയിലിൽ കിടന്ന് ഒരു കുറ്റവുമില്ലെന്ന് പറഞ്ഞ് വിമോചിക്കപ്പെട്ട നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ടെന്നിപ്പോ. 15 വർഷം ജയിലിൽ കിടന്നിട്ട് ഒരു കുറ്റവുമില്ല, പൊക്കോളാൻ പറഞ്ഞ് കോടതി വിട്ട ആളുകളുണ്ട്. അതുപോലെയൊന്നും റൂബിൻ ലാലിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. പരമാവധി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുക. അദ്ദേഹത്തിന്റെ എതിരായ കള്ളക്കേസ് പരസ്യപ്രവർത്തകൻ CR നീലകണ്ഠൻ സംസാരിക്കുകയാണ്. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റൂബിൻ ലാലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാണ്. DYSP ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ CR സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, മുഖ്യമന്ത്രിക്ക് റൂബിന്റെ അമ്മ പരാതിയൊക്കെ നൽകിയിരുന്നല്ലോ, അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? മുഖ്യമന്ത്രിയോട് ഇന്നലെ പരസ്യമായി തന്നെ അമ്മ ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ഒരു സഹായം എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇവർ പറയുന്നത് പാർട്ടി കുടുംബമാണ്, LDF വോട്ട് ചെയ്ത ആളുകളാണ്, തങ്ങളുടെ മകനെയാണ് ഇത്തരത്തിൽ സ്വന്തം സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ ഈ വേട്ടയാടുന്ന സമീപനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ അന്വേഷണം വേണം. അതും ഇരുവരെയും, ഈ ജാക്സനെയും അതുപോലെ തന്നെ അതിരപ്പള്ളി CAയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി തന്നെ കുടുംബം പരാതി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. കുടുംബം പറയുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ അനുകൂലമായ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയും അത്തരത്തിൽ പറയാവുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ ജാക്സന് സ്ഥലം മാറ്റുന്ന ഒരു നടപടി ഉണ്ടായെങ്കിൽ പോലും അത് ജാക്സന് ഗുണകരമാകുന്ന തരത്തിലേക്കാണ് പോയത്. ഒരിക്കലും അച്ചടക്ക നടപടി എന്ന് പറയാവുന്ന തരത്തിലേക്ക് അത് പോയില്ല. ജാക്സന്റെ വീടിന് 1.5 കിലോമീറ്റർ അകലെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കായിരുന്നു ജാക്സന് സ്ഥലം മാറ്റിയത്. പക്ഷേ CA ആയിട്ടുള്ള ആൻഡ്രിക് ബ്രോമിക്കിനെതിരെ ഇതുവരെയും ഒരു നടപടിയോ ഒരു നിർബന്ധിത അവധിയിൽ പോകാൻ പോലും നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ചാലക്കുടിയിൽ നടക്കുകയാണ്. വേണു, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.